വീരർത്തൻ ഗാഥ ചൊല്ലാനായി ദേശഭക്തി മനസ്സിൽ നമ്മിൽ ജ്വലിപ്പാനായി ഇതാ വന്നല്ലോ കൃഷ് കൃഷ് ബാൾട്ടി ബോയ് ഭാരത് ഹൈ എന്തു പറ്റി കൃഷ്? പഴം കഴിക്കാൻ നിനക്ക് ഭയങ്കര ഇഷ്ടമല്ലേ? ഇഷ്ടമൊക്കെയാണ്, പക്ഷെ 5 ഡസൻ കഴിക്കുമ്പോ ആർക്കായാലും മടുക്കൂലേ? 5 ഡസൻ എന്തിനാ? അത് പിന്നെ ഞാൻ ബെറ്റ് തോറ്റുപോയി. ഞാൻ ട്രിഷിന്റെ അടുത്ത് ബെറ്റ് പറഞ്ഞിരുന്നു ഞാൻ മീൻ പിടിച്ച് കാണിക്കാമെന്ന്. പക്ഷേ എനിക്ക് പിടിക്കാൻ പറ്റിയില്ല. പക്ഷേ കൃഷ്, നിന്റെ കയ്യിൽ ഫിഷിംഗ് റോഡ് ഉണ്ടല്ലോ, പിന്നെ എന്തുകൊണ്ടാ നിനക്ക് മീൻ പിടിക്കാൻ പറ്റാതിരുന്നത്? എന്താന്ന് വെച്ചാൽ ഇതിൽ പേഷ്യൻസിന്റെ കുറവുണ്ട് ബൾട്ടി ബോയ്. അതെ, ഞാൻ 4 മണിക്കൂറാ കാത്തിരുന്നത്. മീൻ കുടുങ്ങാഞ്ഞത് എന്റെ കുഴപ്പമല്ലല്ലോ. എത്രയെന്ന് വെച്ചിട്ടാ കാത്തിരിക്കുന്നത്? ഓ പിന്നെ കുറച്ചു നേരം കൂടി കാത്തിരിക്കായിരുന്നില്ലേ? ഒരു 21 വർഷം കൂടി. 21 വർഷമോ? നിന്റെ മനസ്സിലെന്തോ കഥ വരുന്നുണ്ടെന്ന് തോന്നുന്നുണ്ടല്ലോ, അല്ലേ ട്രിഷ്? ഇത് വെറൊരു കഥയല്ല, ഇൻസ്പിറേഷൻ ആണ്. ഇത് വേറൊരു ദേശഭക്തന്റെ ജീവിത കഥയാണ്. അദ്ദേഹത്തിന്റെ ടാർഗറ്റ് എത്തിക്കാൻ 21 വർഷത്തെ നീണ്ട കാത്തിരിപ്പും കൂടാതെ വളരെയധികം സ്ട്രഗിളും ചെയ്തിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ പേരാണ് ഉദ്ധം സിംഗ്. സംസ്കൃതി സ്റ്റോറി മോഡ് ഓൺ. ഉദ്ധം സിംഗിന്റെ ജനനം 26 ഡിസംബർ 1899 പഞ്ചാബിലെ സംഗ്രൂർ ജില്ലയിൽ സുനം എന്നു പേരുള്ള ഗ്രാമത്തിലായിരുന്നു. ചെറുപ്രായത്തിൽ തന്നെ അച്ഛനും അമ്മയും മരിച്ചതിനു ശേഷം ഉദ്ധം സിംഗും മൂത്ത ജ്യേഷ്ഠനായ മുക്ത സിംഗും പുത്തലേക്കർ സെൻട്രൽ ഗാൽസ ഓർഫനേജിലായിരുന്നു ആശ്രയം തേടിയത്. അവൻ അനാഥാലയത്തിലെ അവന്റെ കൂട്ടുകാരുടെ കൂടെ ആൾക്കാർക്ക് വേണ്ടി സേവനം ചെയ്യാൻ തുടങ്ങി. 1917 18 വയസ്സായ ഉദ്ധം സിംഗിന് സ്വന്തം ജ്യേഷ്ഠനെ നഷ്ടമായി. 1918 ഉദ്ധം സിംഗ് ബസ്രയിലെ ബ്രിട്ടീഷ് ഇന്ത്യൻ ആർമിയിൽ ജോയിൻ ചെയ്തു. ബ്രിട്ടീഷുകാർ എത്രയാണ് അവർക്ക് സാലറി വാഗ്ദാനം ചെയ്തത് അതിൽ കുറച്ച് മാത്രമാണ് കൊടുത്തിരുന്നത്. ഉദ്ധം സിംഗിനും അവിടുത്തെ പോലീസുകാർക്കും ചതിവ് പറ്റിയെന്ന് മനസ്സിലായി. ഇത്രയും ചെറിയ ശമ്പളത്തിനൊന്നും എനിക്ക് ജോലി ചെയ്യാൻ പറ്റില്ല. ഇനിയും നീ പണത്തിന് വേണ്ടി വഴക്കുണ്ടാക്കാൻ പോവല്ലേ ഉദ്ധം? ഇങ്ങോട്ട് നോക്ക്, ഞാൻ വെറും പണത്തിന്റെ കാര്യം ഓർത്തിട്ടല്ല ഇത് പറയുന്നത്, അഭിമാനത്തെ കുറിച്ചുകൂടെ ഓർത്തിട്ടാ. വെള്ളക്കാരുടെ സർക്കാരിനെതിരെ ഇതായിരുന്നു ഉദ്ധം സിംഗിന്റെ ആദ്യത്തെ കലാപം. 1919 അദ്ദേഹം ജോലി വിട്ട് തിരിച്ച് അനാഥാലയത്തിലേക്ക് വന്നു. ഈ സമയത്ത് ബ്രിട്ടീഷ് ഗവൺമെന്റ് റോളറ്റ് ആക്ട് നടപ്പിലാക്കി. ഇതെന്ത് സംഭവമാണ്? റവലക്ട് ആക്ടോ? അല്ല, റവോലക്ട് അല്ല, റൗലക്ട് ആക്ട്. ഈ നിയമം അനുസരിച്ച് വെള്ളക്കാർക്ക് ആരെങ്കിലും സംശയം തോന്നിയാ അവർക്ക് അവരെ ജയിലിൽ അടയ്ക്കാൻ പറ്റും. 2 വർഷത്തേക്ക് കോടതി പോലും ഒന്നും ചോദിക്കില്ല. ഈ നിയമം കാരണം വെള്ളക്കാരുടെ സർക്കാരിന് നിരപരാധികളായ ഹിന്ദുസ്ഥാനികളെ വീണ്ടും ഉപദ്രവിക്കാലോ. വരൂ, നമുക്ക് എല്ലാവരെയും കൂട്ടി ഇതിനെക്കുറിച്ച് പറയാം. അങ്ങനെ ആർക്കും കൂട്ടം കൂടി നിൽക്കാൻ പറ്റില്ല. ഇതിൽ പറയുന്നത് അനുസരിച്ച് ഒരു സ്ഥലത്ത് 4 പേരിൽ കൂടുതൽ ആർക്കും തന്നെ കൂട്ടം കൂടി നിൽക്കാൻ സാധിക്കില്ല. റോളറ്റ് ആക്ടിനെതിരെ ഭാരതത്തിൽ ഒരുപാട് പ്രസ്ഥാനങ്ങൾ ഉയർന്നു വന്നു. പഞ്ചാബിൽ 2 ലീഡേഴ്സാണ് മുന്നോട്ട് വന്നത്, ഡോക്ടർ സത്യപാൽ പിന്നെ സെയ്ഫുദ്ദീൻ കിച്ലു. പക്ഷേ 1919 ഏപ്രിൽ 10 ബ്രിട്ടീഷ് ഗവൺമെന്റ് ഈ 2 നേതാക്കളെയും ജയിലിലേക്ക് അയച്ചു. ഇതിന്റെ വിരോധത്തിൽ 13 ഏപ്രിൽ 1919 ബേസാക്കി ദിനത്തിൽ ജലിയൻ വാലാബാഗിൽ ശാന്തി പ്രദക്ഷിണം ചെയ്യാനായി 1000ഓളം ആളുകൾ കൂട്ടത്തോടെ നിൽക്കുകയായിരുന്നു. ഈ ശാന്തി പ്രദക്ഷിണത്തിൽ ഉദ്ധം സിംഗിനും ഒരു ജോലി നൽകിയിട്ടുണ്ടായിരുന്നു. പറഞ്ഞോളൂ, എന്ത് ജോലിയാണ് ഗുരുജി? വെള്ളം കൊടുക്കുന്ന ജോലിയാണോ? ഇന്ന് ജാലിയൻ വാലാബാഗിൽ ശാന്തി പ്രദർശനമാണ്. അതുകൊണ്ട് നമ്മുടെ അനാഥാശ്രമത്തിന്റെ വകയിൽ എല്ലാവർക്കും വെള്ളം കൊടുക്കാം. പിശുക്ക് കാണിക്കുന്നത് എന്തിനാണ് ഗുരുജി? വെള്ളമല്ല, നമുക്ക് സർബത്ത് തന്നെ കൊടുക്കാം. എടാ പൊട്ട, 10-20 പേരല്ല, 12,000ഓളം ആളുകളാണ് വരാൻ പോകുന്നത്. ജലിയൻ വാലാബാഗിൽ പ്രതീക്ഷിച്ചതിലും കൂടുതൽ ആളുകൾ വന്നു. ഉദ്ധം സിംഗും അദ്ദേഹത്തിന്റെ കൂട്ടുകാരും കൂടെ ചേർന്ന് ക്ഷീണം മാറ്റുവാൻ എല്ലാവർക്കും വെള്ളം നൽകിക്കൊണ്ടിരുന്നു. അതുകൊണ്ട് എല്ലാവരുടെയും മുഖത്ത് സന്തോഷമായിരുന്നു. പക്ഷേ വെള്ളക്കാരുടെ തലയിൽ അപകടകരമായ ഒരാശയം തന്നെ ഉണ്ടായിരുന്നു. ബ്രിട്ടീഷ് ലഫ്റ്റനന്റ് ഗവർണർ മൈക്കിൾ ഒഡ്വയർ ബ്രിഗേഡിയർ ജനറൽ റിജിനൽഡ് ഡയറിനോട് ഫയർ ചെയ്യാൻ വേണ്ടി ഓർഡർ കൊടുത്തു.
തരം വാണിംഗും ഇല്ലാതെ 10 മിനിറ്റോളം തുടർച്ചയായി ഓപ്പൺ ഫയറിംഗ് ചെയ്തുകൊണ്ടിരുന്നു. സ്ത്രീകളും കുട്ടികളും ഉൾപ്പെടെ ആയിരക്കണക്കിന് നിരപരാധികൾ ഹിന്ദുസ്ഥാനികൾ കുഴഞ്ഞു വീഴുകയും മരിച്ചു പോവുകയും ചെയ്തു. അവർക്കിടയിൽ നിന്നും ഉദ്ധം സിംഗ് രക്ഷപ്പെട്ടിരുന്നു. പക്ഷേ ഭയാനകമായ കാഴ്ച, ആ നിലവിളികൾ, ആ ചോര വീണ മണ്ണ് ഉദ്ധം സിംഗിന്റെ ഹൃദയത്തിലും ശിരസിലും എന്നേക്കുമായി പതിഞ്ഞുപോയി. അന്നേ ദിവസം 21 വയസ്സുള്ള ഉദ്ധം സിംഗ് പ്രതിജ്ഞയെടുത്തു. ഞാനിതാ എന്റെ ദേശത്തിന് വാക്കു നൽകുന്നു. ഈ മണ്ണിൽ വീണുകിടക്കുന്ന ഓരോ ഹിന്ദുസ്ഥാനിയെയും സാക്ഷി നിർത്തി ഈ കൂട്ടക്കൊലയ്ക്ക് ഞാൻ തീർച്ചയായും പകരം വീട്ടിയിരിക്കും. ആ മൈക്ലോ ഡോയർ നിരപരാധികളായ ആളുകളെ വെടിവെച്ച് കൊന്നതിന് അവന്റെ അന്ത്യം എന്റെ കൈകൊണ്ടായിരിക്കും. ഒരു വശത്ത് ജലിയൻ വാലാബാഗ് കൂട്ടക്കൊലയ്ക്ക് ശേഷം മുഴുവൻ ഹിന്ദുസ്ഥാനികളും വേദനയിൽ കഴിയുമ്പോൾ, തൊട്ടപ്പുറത്ത് വെള്ളക്കാരുടെ സർക്കാർ ഈ ക്രൂരത ചെയ്തതിന് മൈക്കിൾ ഡ്വാറിന് അവാർഡുകൾ നൽകുന്നു. ഓരോ ഹിന്ദുസ്ഥാന്റെയും കണ്ണുനീരുകൾ തീക്കനലാവുകയായിരുന്നു. സ്വന്തം വാക്ക് പാലിക്കാനുള്ള അഭിനിവേശത്തിൽ 1924 ഉദ്ധം സിംഗ് ഗദർ പാർട്ടിയിൽ ജോയിൻ ചെയ്തു. ഉദ്ധം സിംഗ് വിദേശത്ത് പോയി അവിടെ താമസിക്കുന്ന ഭാരതീയരെ ഇന്ത്യൻ ഇൻഡിപെൻഡൻസിൽ ചേർക്കാനുള്ള ജോലി കിട്ടി. 1927 ജൂലൈയിൽ അദ്ദേഹത്തെ ഇന്ത്യയിലേക്ക് തിരിച്ചു വിളിപ്പിച്ചു. എന്നാൽ ഇന്ത്യയിലേക്ക് തിരിച്ചു വന്നപ്പോഴേക്കും ബാഗിൽ എന്താ ഉള്ളത്? ഇതിൽ തുണിയും പുസ്തകവും മരുന്നുകളുമാണ്. അതൊന്ന് ചെക്ക് ചെയ്യണം. ബാഗ് തുറക്ക. എന്താണിത്? ദിസ് ഈസ് എക്സാക്ട്ലി വാട്ട് ഐ സെഡ്. പുസ്തകങ്ങളും പിന്നെ മരുന്നും. ഗദർ പാർട്ടിയുടെ വിപ്ലവം തന്നെയാണ് ഞങ്ങളുടെ പുസ്തകം. പിന്നെ ഈ വെടിയുണ്ട, നിന്നെ പോലെയുള്ള വെള്ളക്കാരെ ഈ ദേശത്ത് നിന്നും ഓടിക്കാനുള്ള മരുന്ന്. सरफरोशी की तमन्ना अब हमारे दिल में है, देखना है जोर कितना बाजुए का दिल में है. ജയിലിൽ പോലും ജലിയൻ വാലാബാഗിൽ നടന്ന സംഭവം ഉദ്ധം സിംഗിനെ ഉറങ്ങാൻ സമ്മതിച്ചില്ലായിരുന്നു. എല്ലാ രാത്രിയിലും ആ സ്വപ്നം തന്നെയായിരുന്നു. പിന്നെ ആ വാക്കുകളും ഓർമ്മ വരുമായിരുന്നു. മൈക്കിളോ ഡോയറിനെ കൊല്ലണം. അത് ഉദ്ധം സിംഗിന്റെ ലക്ഷ്യമായിരുന്നു. 1931 ജയിൽ മോചിതനായ ശേഷം ഉദ്ധം സിംഗിന് അറിയാൻ കഴിഞ്ഞത് മൈക്കിളോ ഡോയർ ലണ്ടനിലേക്ക് പോയി എന്നതാണ്. 3 വർഷത്തോളം ഒരുപാട് ബുദ്ധിമുട്ടുകൾ സഹിച്ചുകൊണ്ട് 1934 ഉദ്ധം സിംഗ് കാശ്മീരിൽ നിന്നും ജർമ്മനിയിൽ നിന്നും അവസാനം ലണ്ടനിലെത്തി. ലണ്ടനിൽ എത്തിയതിനു ശേഷം അദ്ദേഹം മൈക്കിളോ ഡോയറിന്റെ ഓരോ നീക്കങ്ങളും നിരീക്ഷിക്കാൻ തുടങ്ങി. അവസാനം 1940 മാർച്ച് 13 അദ്ദേഹത്തിന്റെ കാത്തിരിപ്പിന് അവസാനം വന്നു. ഉദ്ധം സിംഗിന് വിവരം ലഭിച്ചു. മൈക്കിളും ഡോയറും 1940 മാർച്ച് 13 കാസ്റ്റന്റ് ഹാളിൽ ഒരു പ്രോഗ്രാമിന് പങ്കെടുക്കാൻ പോകുന്നുണ്ടെന്ന്. ഇതിനായി അദ്ദേഹം തന്റെ തയ്യാറെടുപ്പുകൾ തുടങ്ങി. ഉദ്ധം സിംഗ് ഒരു കട്ടിയുള്ള പുസ്തകമെടുത്തു. അതിന്റെ ഉള്ളിലെ താളുകൾ മുറിച്ച് ഒരു പിസ്റ്റലിന്റെ ഷേപ്പ് ഉണ്ടാക്കിയെടുത്തു. എന്നിട്ട് അതിൽ പിസ്റ്റൾ ഒളിപ്പിച്ചു വെച്ചു. എന്നിട്ട് ഈ പുസ്തകം എടുത്തുകൊണ്ട് 1940 മാർച്ച് 13 കാസ്റ്റന്റ് ഹാളിലെത്തി. കാസ്റ്റന്റ് ഹാൾ ആളുകളെ കൊണ്ട് തിങ്ങി നിറഞ്ഞിരുന്നു. സ്റ്റേജിൽ മൈക്കിളിന്റെയും ഡോയറിന്റെയും പ്രസംഗങ്ങൾ തീർന്നിരുന്നു. ജനങ്ങളുടെ കയ്യടി തുടർന്നുകൊണ്ടേയിരുന്നു. ഉദ്ധം സിംഗ് കയ്യിൽ ആ പുസ്തകവുമായി ആളുകളെ വകഞ്ഞുമാറ്റി മുമ്പോട്ട് നടന്ന് മൈക്കിളിന്റെയും ഡോയറിന്റെയും അടുത്തെത്തിച്ചേർന്നു. എന്നിട്ട് Excuse me, Mr. Michael Dyer. I want to return a favor. ഇതും പറഞ്ഞുകൊണ്ട് ഉദ്ധം സിംഗ് പുസ്തകത്തിൽ നിന്ന് പിസ്റ്റൾ എടുത്ത് മൈക്കിളിന്റെയും ഡോയറിന്റെയും നേർക്ക് 2 വെടിയുണ്ടകൾ ഉതിർത്തു. മൈക്കിളും ഡോയറും അവിടെ തന്നെ മരിച്ചു വീണു. ഉദ്ധം സിംഗിനെ വേണമായിരുന്നെങ്കിൽ ഒളിഞ്ഞിരുന്ന് അവിടെ നിന്നും രക്ഷപ്പെടാമായിരുന്നു. പക്ഷെ അദ്ദേഹം ചിരിച്ചുകൊണ്ട് തന്നെ അവിടെ കീഴടങ്ങുകയായിരുന്നു. 21 വർഷത്തെ നീണ്ട കാത്തിരിപ്പിന് ശേഷം അദ്ദേഹം മൈക്കിളോ ഡോയറിനെ പബ്ലിക്കലി കൊല്ലുമെന്നുള്ള സത്യം പൂർത്തിയാക്കി. അതുകൊണ്ടാണ് അദ്ദേഹം ആ സമയത്ത് ചിരിച്ചുകൊണ്ട് നിന്നത്. ജസ്റ്റിസ് അറ്റ്കിൻസന്റെ കോർട്ടിൽ അദ്ദേഹത്തിന്റെ കേസ് നടന്നു. മിസ്റ്റർ ഉദ്ധം സിംഗ്, നിങ്ങൾക്ക് എന്തെങ്കിലും പറയാനുണ്ടോ? ഞാൻ വെറും പ്രൊട്ടസ്റ്റിന് വേണ്ടിയാണ് വെടിവെച്ചത്. ആൻഡ് ഐ ആം നോട്ട് സോറി ഫോർ പ്രൊട്ടസ്റ്റിംഗ്.
ഇതെന്റെ ദേശത്തിനും ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊലയ്ക്ക് ഇരയായ എന്റെ ദേശവാസികൾക്കും വേണ്ടിയാണിത്. ഇത് അവരോടുള്ള എന്റെ കർത്തവ്യമായിരുന്നു. ഇനി നിങ്ങൾ എനിക്ക് 10, 20 അല്ലെങ്കിൽ 50 വർഷത്തെ ശിക്ഷ വിധിച്ചാൽ പോലും, അല്ലെങ്കിൽ എന്നെ തൂക്കിക്കൊല്ലാൻ തീരുമാനിച്ചാൽ പോലും ഞാനത് സന്തോഷത്തോടു കൂടി സ്വീകരിക്കും. ലോങ് ലീവ് ഇന്ത്യ! Don't win the British imperialism! Don't win the British dirty dogs! ഉദ്ധം സിംഗ് അദ്ദേഹത്തിന്റെ ട്രയൽ വഴി 42 ദിവസം നിരാഹാര സമരം ചെയ്തു. പിന്നീട് 1940 ജൂലൈ 30 ഉദ്ധം സിംഗിനെ തൂക്കിക്കൊല്ലാൻ വിധിച്ചു. കോർട്ട് ട്രയൽ വഴി ഉദ്ധം സിംഗിനോട് സ്വന്തം പേര് പറയാൻ പറഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞു, എന്റെ പേരാണ് റാം മുഹമ്മദ് സിംഗ് ആസാദ് എന്ന് പറഞ്ഞാൽ വേറെ വേറെ ധർമ്മങ്ങൾ വെച്ച് ഈ പേരിൽ ഉദ്ധം സിംഗ് ഈ ഭാരതത്തിന്റെ ഐക്യത്തെയും അഖണ്ഡതയെയും ആദരിക്കുകയായിരുന്നു. അദ്ദേഹത്തിന്റെ ഈ ആദരവിന് അദ്ദേഹത്തിന് സമ്മാനമായി നിഷാൽ ഗാൽസയുടെ പുസ്തകം ലഭിച്ചു. ജലിയൻ വാലാബാഗിന്റെ മെയിൻ എൻട്രൻസിൽ 2018 അദ്ദേഹത്തിന്റെ പ്രതിമ അവിടെ സ്ഥാപിച്ചു. പിന്നെ ജലിയൻ വാലാബാഗിൽ അദ്ദേഹത്തിന്റെ പേരിൽ ഒരു മ്യൂസിയവും ഉണ്ട്. അവിടെ അദ്ദേഹത്തിന്റെ അസ്ഥികൾ ജനങ്ങൾക്ക് കാണുന്നതിനായി പ്രദർശിപ്പിച്ചിട്ടുണ്ട്. നീ പറഞ്ഞത് ശരിയാണ് ട്രിഷ്. ഉദ്ധം സിംഗിന്റെ കഥ ദേശസ്നേഹം മാത്രമല്ല, ക്ഷമയും പഠിപ്പിക്കും. ഇനി നോക്കിക്കോ, ഒരെണ്ണമല്ല 1 ഡസൻ മീനുകളെ ഞാൻ പിടിച്ചുകൊണ്ടുവരും. ഓ, ബെറ്റിനുണ്ടോ? 5 ഡസൻ പഴം കഴിക്കാൻ തയ്യാറാണോ? ഇല്ലില്ല, പഴം വേണ്ട, മുന്തിരി മതി. എനിക്ക് മുന്തിരി ഇഷ്ടം. അഭിമാനത്തോടെ പറയൂ. भारत है हम ഫ്രണ്ട്സ്, ഈ കഥ കേൾക്കുമ്പോ ഇത്രയും ഇൻട്രസ്റ്റ് ആണെങ്കിൽ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ. അത് കാണുമ്പോ എന്ത് രസമായിരിക്കും. ട്രീഷ് ബാൾട്ടി ബോയ് നമ്മുടെ കൂട്ടുകാരെ കാണുക എല്ലാ ഞായറാഴ്ചയും രാവിലെ 11 മണിക്ക് ദൂരദർശനിൽ. നമ്മുടെ സ്ക്രീനിംഗ് പാർട്ട്നേഴ്സ് ആമസോൺ പ്രൈം വീഡിയോയും പിന്നെ നെറ്റ്ഫ്ലിക്സും. Stay tuned.